Good morning, everyone. Madam, ini പോയിക്കോട്ടെ. ശരി. ശരി. ഇറങ്ങാൻ നേരത്തൊരു അപശകുനം. അമ്മയല്ലേ എന്നെ കുചേലവൃത്തം വായിച്ച് പഠിപ്പിച്ചത്. ചകോരാതി പക്ഷിയെ കണി കണ്ടു പോകണമെന്ന് രാമപുരത്ത് വാര്യർ. ദേ ഇവിടുത്തെ കണി കഴുകൻ. നിന്റെ നാത്തൂനല്ലേ? അതിന് ഞാനാണോ തെറ്റുകാരി? ആ, വന്ന് കേറിക്കോളുമല്ലോ. നീ എന്തിനാണ് ഈ സ്കൂട്ടറും തള്ളിക്കൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഈ സ്കൂട്ടറേ എനിക്കെന്റെ മുത്തശ്ശൻ വാങ്ങി തന്നതാ. അമ്മ ഇതിന്റെ റിബൺ കട്ട് ചെയ്ത് ഐശ്വര്യപൂർണ്ണമായിട്ട് എനിക്ക് തരണമെന്നാ എന്റെ ആഗ്രഹം. നല്ലൊരു ദിവസമായിട്ട് ഓരോ വേലയായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അമ്മ ഇത്രയും പ്രശസ്തയായ ഒരാളല്ലേ. അമ്മ റിബൺ കട്ട് ചെയ്തെന്നാ ഇവിടെ വെച്ച് തന്നെ ഓടിച്ചു തുടങ്ങാന്നാ ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും മാതിരി കൊണ്ടൊന്നല്ലേ അമ്മേ, അമ്മ ഒന്ന് ചെയ്തു കൊടുക്ക്. അമ്മ താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്. അല്ല, ചോദിക്കാൻ വിട്ടുപോയി, നിങ്ങളെല്ലാവരോടും എവിടെ പോന്നു? ഞങ്ങള് ക്ഷേത്രത്തിൽ പോവാ, പൂജയുണ്ട്. ഓ മൈ ഗോഡ്, പൂജയോ? എങ്കിൽ ഞാനും വരുന്നു. അതെ, ഇത് റഷ്യയിലോ ഓസ്ട്രേലിയയിലോ നടക്കുന്ന പൂജയല്ല, കേരളത്തിലെ ഒരു അമ്പലത്തിൽ നടക്കുന്ന പൂജയാ. നിന്നെ ഈ കോലത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു സാരി എടുത്തോണ്ട് വന്നാ കൊണ്ടുപോവാം. നന്ദിനി, എനിക്കൊരു സാരി തരുമോ? വാ 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 വാ. കണ്ണന്റെ മാവേലിയുടെ പെങ്ങളവള് ദാനത്തിന്റെ കാര്യത്തിൽ. ദേ, നിങ്ങളുടെ പെങ്ങക്കേ ഒരിത്തിരി രോഗം കൂടുതലാ. ചികിത്സിച്ചില്ലെങ്കിലേ ആപത്താ. അവളൊരു കൊച്ചുകുട്ടിയല്ലേടി. കൊച്ചുകുട്ടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അവൾ എന്നോട് ചോദിച്ചത് ഒരു സാരി മാത്രമാണ്. അത് കൊടുക്കുമ്പോ ഞാൻ അറിഞ്ഞിരുന്നില്ല അവളെ കൊണ്ടുപോകുന്നത് എന്റെ നെടുമാങ്കല്യത്തിന്റെ ചേലയാന്ന്. അവള് തട്ടിക്കൊണ്ടു പോകുന്നത് എന്റെ ജീവിതവും. അവളിതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എടുത്തോ മാധുരി, ഇഷ്ടമുള്ളത് എടുത്തോ. ഈ സാരികളൊന്നും ഞാൻ ഉടുത്തിട്ടുള്ളതല്ല, എല്ലാം പുതിയതാ. ഈ സാരി എന്താ മാറ്റി വെച്ചിരിക്കുന്നെ? ആ, അത് ജേട്ടൻ ഇന്നലെ വാങ്ങി തന്നതാ. അടുത്ത ആഴ്ച എന്റെ ബർത്ത്ഡേ, അന്ന് കൊടുക്കാനുള്ളതാ. അയ്യോ, ഇതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എടുത്തോട്ടെ? അയ്യടാ,
അത് കൊള്ളാലോ. അതെ, ഏട്ടത്തിക്ക് ഏട്ടത്തിയുടെ ഭർത്താവ് പിറന്നാളിന് ഉടുക്കാൻ വാങ്ങിച്ചു കൊടുത്തതാ. അതുമേ ചെന്ന് തന്നെ കണ്ണു വെട്ടും. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നനഞ്ഞിടം കുഴിക്കരുത്. ഒരു സാരി നന്ദിനി എടുത്ത് തരാന്ന് വെച്ചത് അവരുടെ സന്മനസ്. അപ്പോ അവർക്ക് സെന്റിമെന്റൽ വാല്യൂ ഉള്ള സാരി തന്നെ വേണം. ഇങ്ങോട്ട് കൊണ്ടുപോവാ. ദേ, നാത്തൂനും ഒക്കെ വേറെ. മനുഷ്യർക്ക് മര്യാദ വേണം. എനിക്ക് ആ സാരി മനസ്സിൽ അത്രയ്ക്കങ്ങ് പിടിച്ചുപോയി. പിടിച്ചുപോയെങ്കിലേ നിന്റെ ഏട്ടൻ ഇവിടെയുണ്ട്, എന്റെ രാമഭദ്രൻ ഭർത്താവ്. മൂപ്പരോട് പറ അതുപോലെ ഒരെണ്ണം വാങ്ങിത്തരാൻ. നന്ദിനി പ്ലീസ്. ദാ എടുത്തോ. താങ്ക് യു നന്ദിനി. ഞാനേ വേഗം ഇത് ഉടുത്തിട്ട് വരാം. ഇതൊട്ട് ശരിയായില്ല. ഏട്ടൻ ബർത്ത്ഡേ ഗിഫ്റ്റായി വാങ്ങി തന്ന സാരി അവക്ക് കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇങ്ങനെയൊക്കെ ചോദിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും സാവിത്രി? ദേ, ഇത് കൈവിട്ട കളിയാട്ടോ. നിർത്തേണ്ടവരെ നിർത്തേണ്ടടുത്ത് നിർത്തണം. അല്ലെങ്കിലേ അവനവൻ ഇരിക്കേണ്ട സ്ഥാനത്ത് വല്ല പട്ടികളും കേറിയിരിക്കും. ദേ, അവൾ എന്റെ രാമേട്ടന്റെ പെങ്ങളൊക്കെയാ, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ അവൾ ഒട്ടും ശരിയല്ല. സൂക്ഷിച്ചാ കൊള്ളാം. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ ഓരോന്നും കയറി വന്നോളും. ഓ, അല്ല, ഞാനിത് ദേവിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ച സാരിയല്ലേ? ഇത് മാധുരിക്ക് നന്നായിട്ട് ചേരും. ഇവിടെ തൊടുത്തപ്പോ നല്ല സുന്ദരിയായിട്ടുണ്ട്. അവൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്ന സാരി തന്നെ നീ അവക്ക് കൊടുത്തു അല്ലേ? കൊടുത്തതല്ല, കേറി അങ്ങ് എടുത്തതാ. അവലക്ഷണം കെട്ട ജന്തു. അസത്ത്. ദേ, ഇവള് രാമേട്ടന്റെ പെങ്ങള് തന്നെയാണോ? ഈ സാരി ഞാൻ എടുക്കുമ്പോഴാണോ നന്ദിനി എടുക്കുമ്പോഴാണോ കൂടുതൽ സൗന്ദര്യം? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിലേ വെറുതെ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. എന്നാ ജയേട്ടൻ പറ, ഈ സാരി ഉടുത്തപ്പോ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടോ? പറയേ ജയേട്ടാ, ഈ സാരി ഞാൻ എടുക്കുമ്പോഴല്ലേ ഭംഗി? ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നന്ദിനി പറയേ, ഈ സാരി ഉടുത്തിട്ട് എങ്ങനെ? ഈ സാരി ഞാൻ എടുക്കുന്നതിനേക്കാൾ ഭംഗി നീ ഉടുത്തപ്പോ തന്നെ. നന്ദിനി, നിന്റെ ചില സ്വഭാവ മഹിമയും വിശാല മനസ്കതയും ഒക്കെ നിനക്ക് തന്നെ വിനയാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. ദേ,
സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ വെച്ച് നമ്മൾ മറ്റൊരു പെണ്ണിനെ ഒരിക്കലും പുകഴ്ത്താൻ പാടില്ല. അവനവനുള്ള പോര അവനവൻ തന്നെ രാകരുത്. അതെ, നമുക്ക് ഇറങ്ങാൻ സമയമായി. എല്ലാരും വാനിലേക്ക് കയറ്. വാ. ആ, ഞാനും ജയേട്ടനും കൂടി എന്റെ സ്കൂട്ടറിൽ വരാം. വരുന്ന വഴിക്ക് എനിക്ക് ജയേട്ടന്റെ സഹായത്താൽ സ്കൂട്ടർ ഓടിച്ച് ശരിക്കും പഠിക്കുകയും ചെയ്യാലോ. ഈ വക കൊള്ളരുതായ്മകളൊന്നും എന്റെ തറവാട്ടിൽ ഞാൻ ആരെ അനുവദിക്കില്ല. മാധുരി, മര്യാദയ്ക്ക് വന്ന് ഞങ്ങളുടെ കൂടെ വണ്ടി കയറ്. ഇല്ലെങ്കിൽ നീ വരണ്ട. എന്താ രാമേട്ട, ഞാനും ജയേട്ടനും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വെച്ചാ ഇണയരണ്യങ്ങളല്ലേ? നീ എന്തിനാ എന്റെ ഏട്ടന്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റുന്നത്? സ്കൂട്ടർ പഠിക്കണമെങ്കിലേ വല്ല ഡ്രൈവിംഗ് സ്കൂളിലും പോയി പഠിക്കണം. ഓരോരോ മാരണങ്ങൾ കയറി വരും. നന്ദിനി, ഒന്ന് സമ്മതിക്കും നന്ദിനി. ക്ലച്ച് എപ്പ പിടിക്കണം, ബ്രേക്ക് എപ്പ പിടിക്കണം എന്നൊന്നും എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. കുറച്ചറിയാന്നല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ. പെട്ടെന്ന് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. പ്ലീസ് പ്ലീസ് നന്ദിനി, ജയേട്ടനോട് എന്റെ കൂടെ വരാൻ ഒന്ന് പറ നന്ദിനി. ചേട്ടനോടൊന്ന് പഠിപ്പിക്കാൻ പറ നന്ദിനി. ശരി, നിങ്ങൾ സ്കൂട്ടറിൽ വാ, ഞങ്ങൾ പോയിക്കോളാം. താങ്ക്സ് നന്ദിനി. വാ ചേട്ടാ. നന്ദിനി, നിന്റെ ഭർത്താവിനെ കൺട്രോൾ ചെയ്യേണ്ടത് ഭാര്യയായ നീയാണ്. ഞങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. എത്ര പറഞ്ഞാലും ഈ നന്ദിനി അടുത്തേക്ക് മനസ്സിലാവില്ല. തലയും തെറിച്ച് അവിടുന്ന് തെറിച്ച് നടക്കുന്ന സാധനം അത്. ഒരു വകതിരിവുമില്ല. ആരോട് എങ്ങനെ പെരുമാറണമെന്നും ഒരു വിചാരവുമില്ല. ഇവളെങ്ങനെ അഴിച്ചുവിട്ടാലേ നാളെ ഇത് നിങ്ങൾക്ക് തന്നെ ബാധ്യതയാവും. ഓർത്തോ? അതെ, കൈക്ക് ആമവാദമൊന്നും ഇല്ലല്ലോ. എന്താ സാവിത്രി? അല്ല, പെങ്ങടെ ചെകിടടിച്ച് പൊളിക്കാത്തത് എന്താന്ന് ഓർത്ത് ചോദിച്ചു പോയതാ. ഇങ്ങോട്ട് വാടാ. ഒരാങ്ങളെയും പെങ്ങളും. അമ്മേ, ഞാൻ അവളോട് എന്നിട്ട് അതായിരുന്നു മോനെ എല്ലാത്തിന്റെയും തുടക്കം. സാവിത്രിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അമ്മയും സാവിത്രിയും എല്ലാം അവളെ സൂക്ഷിക്കണമെന്ന് എന്നെ പലതവണ ഉപദേശിച്ചത്. പക്ഷെ ഞാനതെല്ലാം അവളുടെ കുട്ടിക്കളിയായിട്ട് കരുതി. അത് മാത്രമല്ല, ജയേട്ടൻ ഒരിക്കലും എന്നെ വഞ്ചിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇത് കേട്ടിട്ട് ഞാൻ തന്നെ അപ്സെറ്റായി നിൽക്കുക. എങ്കിലും അമ്മ ബാക്കി കൂടി പറയാ. ഇതൊക്കെ കണ്ടിട്ടും ഇവിടെ ചിലർക്കൊന്നും പലതും മനസ്സിലാവുന്നില്ല. കഷ്ടം. ഇത് സർവനാശത്തിലേക്കുള്ള പോക്ക. രാമഭദ്രൻ ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ ഞാൻ ഒരാളെ കൊല്ലും. ഉറപ്പാ. നശിക്കുന്നതേ നമ്മുടെ കുടുംബം. അത് രാമേട്ടൻ കൂടി മനസ്സിലാക്കണം. ഞാൻ മാത്രം മനസ്സിലാക്കിയാൽ മതിയോ?
ആദ്യം മനസ്സിലാക്കേണ്ടത് ജയറാമേട്ടനാണ്. ഒന്ന് വേഗം വിടടോ. ആ മാധുരി ഇപ്പൊ വണ്ടി ഓടിക്കാൻ നന്നായിട്ട് പഠിച്ചല്ലോ. ഏട്ടൻ എന്നെ പഠിപ്പിച്ചതല്ലേ, ഞാൻ പഠിച്ചൊന്നും അല്ലല്ലോ. ഏയ് അല്ലല്ല, മാധുരിക്ക് കുറെയൊക്കെ അറിയായിരുന്നു. എന്നെ ഇപ്പോ എന്റെ സഹായം കൂടി ആയപ്പോ നന്നായി പഠിച്ചു. ഏട്ടൻ കൈയെടുത്ത് ഇനി എന്റെ തോളത്ത് വെച്ചോളൂ. ചേട്ടാ, ഇപ്പൊ എന്തോ ഒരു ശക്തി കൈവന്ന പോലെ തോന്നുന്നു. അതെന്താ? അറിയില്ല, ഏട്ടൻ കൂടെ ഉണ്ടല്ലോ എന്നൊരു പ്രത്യേക ധൈര്യമായിരിക്കും. ഞാൻ സാരി ഉടുക്കുന്നത് ചേട്ടന് ഒരുപാട് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എന്നാൽ ഇനി ഏട്ടന്റെ മുമ്പില് ഞാൻ സാരി ഉടുത്ത് മാത്രമേ വരൂ. ഒരു കാര്യം ചെയ്യും, നീ മുമ്പോട്ട് നോക്കി വണ്ടി ഓടിക്കും. വാ സാവിത്രി. നിക്ക് അവരും കൂടി വരട്ടെ. ഞാൻ നന്ദിനി എടുത്തി പിടിച്ചിവിടെ നിർത്തിയതേ 1-2 കാര്യങ്ങൾ പറയാനാ. എന്താ സാവിത്രി? നോക്ക്, സ്കൂട്ടർ പഠിപ്പിക്കലുകാരെ ഇത്ര നേരായിട്ട് വന്നൊന്ന് നോക്കി. അത് സ്കൂട്ടർ പഠിപ്പിക്കല്ലേ? പഠിപ്പിക്കുക. നിങ്ങൾ ഇത്രയ്ക്കങ്ങ് വെട്ടിയാവല്ലേ. സ്വയം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വെച്ചാ ഞാൻ കുത്തും കോളും മുള്ളും മൊനയും ഒക്കെ വെച്ച് നിങ്ങളോട് സംസാരിച്ചത്. മനസ്സിലാക്കാത്തതുകൊണ്ടാ പച്ചയായിട്ട് ഞാൻ ഈ കാര്യം പറയാൻ പോവാ. ആ മാധുരി നിങ്ങളുടെ ഭർത്താവായ എന്റെ ഏട്ടനെ കറക്കിയെടുക്കും. സൂക്ഷിച്ചോ, അതിനുള്ള പുറപ്പാടാവള്. സാവിത്രി വെറുതെ തെറ്റിദ്ധരിക്കുന്നതാ. എനിക്കൊരു തെറ്റിദ്ധാരണയും ഇല്ല. ഞാൻ പറയുന്നത് സത്യം. സാവിത്രിക്ക് അറിയില്ലേ, അമ്മയില്ലാതെ വളർന്ന കുട്ടിയ മാധുരി. അവൾക്ക് ഒരേട്ടനെ പോലെയാ ജയേട്ടൻ. ഏട്ടൻ പാവയ്ക്കായും പാലും വെള്ളവും മാത്രം കുടിക്കുന്ന ഒരു ശുദ്ധ പാവത്തെ പോലെ സംസാരിക്കല്ലേ ഏട്ടത്തി. അതെ, നിങ്ങൾ ഇങ്ങനെ അന്ധമായിട്ട് ആരും വിശ്വസിക്കരുത്. മാധുരിയേക്കാളേറെ എനിക്ക് എന്റെ ജയേട്ടന് വിശ്വാസാ സാവിത്രി. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. സാവിത്രി വാ. നിക്ക്. അതെ, അവര് വന്നിട്ട് പോവാം. താണ്
പാടാത്ത പൈങ്കിളിയും പാടാൻ കൊതിക്കുന്ന പൂങ്കുയിലും. അവളുടെ തോളത്താ ഏട്ടൻ കൈവച്ചിരിക്കുന്നത്. ഹുഫ്, നാണക്കേട് കൊണ്ട് ഞാൻ പാതാളത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുക. എന്തൊരു തോന്നിയാസോ ഇത്. ഈ ഏട്ടന് ഇങ്ങനെ പെൺകൊന്തനായി പോയല്ലോ. ഇതേ അമ്മ കാണാത്തത് നന്നായി. അമ്മ കണ്ടിരുന്നെങ്കിലേ ഇപ്പൊ ഇവിടെ ആടി പൊട്ടിയേനെ. അവളെ എന്റെ നാത്തൂന ചീഞ്ഞ കവളം മടലിന് അടിക്കണം.